നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എന്തായാലും നമുക്ക് കാണാം. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക് ടു ട്രാവൽ ബഡീസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിഷ്ണു. കീർത്തി ബോർമക്കാർ നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. 28 വർഷമായിട്ട് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നതാണ്. അപ്പം ആ കേക്ക് പ്രിപ്പറേഷൻ നമുക്ക് കാണാം. ഇത് നിങ്ങളുടെ അടുത്തേക്ക് വേണമെങ്കിൽ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ചാക്കോജി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചാൽ മതി. ഓക്കെ, അങ്ങോട്ടേക്ക് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ. അപ്പം ഇതാണ് മുട്ട അടിക്കാൻ വേണ്ടിയിട്ട്. അതായത് കേക്കിന് നിങ്ങൾക്കറിയാം മുട്ട എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട്. 1 കിലോയുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് 5 മുട്ടയാണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കണേ. ദേ, ഇനി എന്താണ്? 200 ml വെള്ളം. 200 ml വെള്ളം. ഓക്കെ, ജെല്ലിയാ? എന്ത് ജെല്ല്? അത് കേക്ക് ജെല്ല്. ഓക്കെ, 1 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നിർമ്മിക്കാൻ നമുക്ക് വേണ്ടത് 5 മുട്ട, കൂടെ കേക്കിൻ്റെ ജെല്ല്. കേക്കിൻ്റെ ജെല്ലല്ലേ, എങ്ങനെയാണ്? കേക്കിൻ്റെ ജെല്ല്. പിന്നെ ചേർത്തിരിക്കുന്നത് എന്താ? 200 ml വെള്ളം കൂടിയാണ് നമ്മളിപ്പോൾ ചേർത്തേക്കുന്നത്. ഈ മെഷീനിലിട്ട് ഇപ്പം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ പൊങ്ങി വരും, കാണിച്ചു തരാം. സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് പറ്റും. ഇപ്പോൾ ഇതേ സ്പീഡ് കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പീഡ് കുറച്ചില്ലേ തെറിച്ചു പോകും. ഇപ്പോൾ എന്താ, കൊക്കോ പൗഡർ ആണോ? അല്ലല്ല, ഇതാണ് ഈ കേക്ക് മിക്സ് എന്ന് പറയും. കേക്ക് മിക്സ് അല്ലേ? കേക്ക് മിക്സ്. അത് ഇതാണ് 1 കിലോ പൗഡർ. 1/2 കിലോ പൗഡർ അല്ലേ? ഇതിനകത്ത് ഫുള്ളായിട്ട് വരുന്നത് ഒരു 5 കിലോയാണ്. 5 കിലോ. നമ്മൾ 1/2 കിലോ ഓക്കെ. അപ്പോൾ ഇത് 10 മിനിറ്റാണ് ഇപ്പോൾ മുട്ടയും ആ ജെല്ലും ഒക്കെ വെച്ച് അടിച്ചുകൊണ്ടിരുന്നത്, വെള്ളം കൂട്ടി അടിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതിൻ്റെ അളവ് എന്തോരാണ്? 1/2 കിലോ പൗഡർ കേക്ക് മിക്സ് ചേർക്കുന്നതിനാ. അപ്പോൾ 1 കിലോ കേക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ കേക്ക് മിക്സ്, മുട്ട, അത് മാത്രമേ ഉള്ളൂ. അത് ഇതിനകത്ത് വേറെ ഈ കേക്ക് മിക്സിനകത്ത് മറ്റ് എസൻസുകളെല്ലാം ഉണ്ട്. അത് കാരണം ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ ഇതിനകത്ത് ഇതുപോലെ ഒരു 60 ml ഓയിൽ ചേർക്കും. സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഓയിൽ അല്ലേ? 60 ml. ട്രെയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന സീനാണത്. ഇപ്പൊ തന്നെ നല്ലൊരു ചോക്ലേറ്റിന്റെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, കളറും ഉണ്ട്. ബോർമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ജസ്റ്റ് നമുക്ക് ആ വിഷ്വൽ കാണിച്ചു തരാം. കനലിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മേളിലേക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചേക്കണം. അത് ജസ്റ്റ് ഒരു സ്റ്റീൽ പോലത്തെ, അങ്കിളെ വന്നിട്ട് എങ്ങനെ അതൊന്ന് പറഞ്ഞ, ജസ്റ്റ് സ്റ്റീൽ പോലത്തെ എന്തിലോ സ്റ്റീലിന്റെ ഡിഷാണ്. സ്റ്റീലല്ല, അലൂമിനിയത്തിന്റെ ഡിഷ്. ഓക്കെ, അലൂമിനിയം പറ്റില്ല. സ്റ്റീലാകുമ്പോൾ ചൂടടിച്ച് കഴിയുമ്പോഴത്തേന് പൊളയും. ഓക്കെ, അലൂമിനിയത്തിന്റെ. അതിന്റെ മേളിലപ്പോ എന്താ ജസ്റ്റ് കവർ വെച്ചിരിക്കുന്നത് അടുപ്പിച്ച് കഴിയുമ്പോൾ കേക്ക് പൊങ്ങി വരും. പൊങ്ങി വരുമ്പോൾ ഡിഷ് കവിഞ്ഞ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിട്ട് സൈഡിൽ ഇങ്ങനെ നമ്മുടെ ബ്രൗൺ പേപ്പർ, ബട്ടർ പേപ്പർ ഇപ്പൊ വെച്ചേക്കണ പൈനാപ്പിൾ കേക്കാണ് തോന്നുന്നത്. പൈനാപ്പിൾ കേക്ക്. ഓക്കെ, നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റി വെക്കാൻ പോവാണ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്നോടെ നമുക്ക് പറഞ്ഞു തരും. 5 മുട്ട, 200 ml വെള്ളം, 1/2 കിലോ കേക്ക് മിക്സ്, 60 ml സൺഫ്ലവർ ഓയില്. ഓക്കെ, 10 ഗ്രാം കേക്ക് ജെല്ല്. 10 ഗ്രാം കേക്ക് ജെല്ല്. അപ്പൊ നമുക്ക് കയറ്റി വയ്ക്കാം. ഒരു 25 മിനിറ്റ് അല്ലേ? നമുക്കിത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചൂട് കൺട്രോൾ ചെയ്യാനാണ് അടയ്ക്കുന്നത്. ഓക്കെ, ലെവലായി കഴിയുമ്പോൾ നമ്മൾ ഇത് വെച്ച് അടയ്ക്കുവാണ്. അതിന്റെ ടോപ്പികൾ. അപ്പൊ ഇത് രണ്ട് ടൈമിലല്ലേ വെച്ചാൽ അതിന് എന്തെങ്കിലും? അത് കുഴപ്പമില്ല, ഇത് ആദ്യം ആവും. ഓക്കെ, ഇത് ഇറങ്ങിയാലും അത് എത്ര കിലോയുടെ? അതൊരു അരമണിക്കൂർ ഇരിക്കേണ്ടി വരും. അത് 2 കിലോയുടെ ഒരു 2 കിലോ കേക്ക്. ഓക്കെ, ബണ്ണ് ഉണ്ടാക്കാൻ വേണ്ടി ഇതേ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇത് കറക്റ്റായിട്ട് നല്ല സ്പീഡിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അത് ട്രേയിലേക്ക് എടുത്തു വെച്ചിട്ട് ആ ട്രേ നമുക്ക് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വ്യൂ ആവും. ബണ്ണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള
കനലിലേക്ക് എടുത്തു വയ്ക്കാൻ വേണ്ടി ആ ട്രെയിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുവാണ്. ഇതെന്താ ചാക്കോച്ചി? ദിൽഖുഷ്. ഓക്കെ. ഈ ചാക്കോച്ചിയുടെയാണ് പേരൻസിൻ്റെയാണ് സ്ഥാപനം കേട്ടോ. നീ ബാംഗ്ലൂർ പഠിക്കുമല്ലോ ഇപ്പോൾ? ബാംഗ്ലൂർ ബികോം ചെയ്യണം. ഇത് റിസ്ക് കട്ട് ചെയ്യണേ കാണിച്ചു തരുവാണ് ചാക്കോച്ചി നമുക്ക് വേണ്ടിയിട്ട്. തട്ടേന്ന് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചത്. റിസ്ക് കട്ട് ചെയ്ത് വന്നേക്കുവാണ്. ഒരെണ്ണം എടുത്തിട്ടുണ്ട്. റിസ്ക് ശരിക്കും ഹാർഡായിട്ടല്ലേ ഇരിക്കണേ? ഓക്കെ ഓക്കെ. ഇതിപ്പം മേക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ റിസ്ക് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിപ്പോൾ ജസ്റ്റ് ഇതേ സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണാം സോഫ്റ്റ് ആയിട്ടിരിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ രാത്രി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ട ആ ബ്രിട്ടീഷ് ടൈപ്പ് ഒരു ഓവനിലേക്ക് കയറ്റി വയ്ക്കണം. പിറ്റേ ദിവസം രാവിലെ എടുത്തു കഴിയുമ്പോൾ ആ ഹാർഡ്നെസ് ആയിട്ട് നമുക്ക് പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റും. ഓക്കെ, ഇതെന്തായാലും കഴിച്ചു നോക്കാം. ബ്രെഡ് കയറ്റി വയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. ജസ്റ്റ് മാവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊങ്ങി ഇത് ടോപ്പേ മുട്ടാറാകുമ്പോഴാണ് കറക്റ്റ് ഇത് കയറ്റാൻ പറ്റുന്നത്. ഓക്കെ ഓക്കെ. അതെങ്ങനെ തന്നെ പൊങ്ങി വരും? തന്നെ പൊങ്ങി വരും. ഓക്കെ, തന്നെ പൊളിച്ച് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചേക്കണേ. നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ ചാക്കോച്ചി പപ്സ് ഒക്കെ കൊണ്ടുതരുന്നുണ്ട്. എഗ് പപ്സ് ആട്ടോ. ആ ഓവനിൽ നിന്ന് നമ്മൾ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഫ്രഷ് ക്രീമൊക്കെ ഇതിൻ്റെ പുറത്ത് തേക്കുന്നത് അല്ല ചാക്കോച്ചി? ചൂടാറി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പുറത്തേക്ക് തേക്കുന്നത്. ഓക്കെ. നമ്മൾക്ക് വേണ്ടി ഇന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് പ്രിപ്പയർ ചെയ്തത് നമ്മുടെ കീർത്തിയുടെ ഓണറായ ബേബി ചേട്ടൻ. ഓക്കെ, നമ്മുടെ ഫ്രണ്ടായ ചാക്കോച്ചിയുടെ ഫാദറാണ്. അപ്പോൾ എന്തായാലും കേക്ക് മുറിച്ച് ഞങ്ങൾക്ക് തരിക. ഓക്കെ. ആയി നമുക്കപ്പോൾ കിട്ടിയിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് പേസ്ട്രി അല്ല കേക്ക്. നമുക്ക് പീസായിട്ട് കഴിച്ചു നോക്കാം. ആദ്യം ഞാൻ ക്രീമാണ് എടുത്തത്. മുകളിലൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. അയ്യോ, ക്രീം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ക്രീം ഭയങ്കര മധുരം കിട്ടുന്നില്ല, പക്ഷേ എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടം. നല്ല സ്വീറ്റായിട്ടുള്ള മൈൽഡ് സ്വീറ്റായിട്ടുള്ള
നല്ല ക്രീം. കേക്ക് കഴിച്ചു നോക്കാം. കേക്ക് ഓക്കെ കേക്ക് നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല സോഫ്റ്റാണ്. ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിക്കയിടത്തും കിട്ടുന്നത് ചെറിയ ഹാർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് വളരെ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടായി തോന്നുന്നുണ്ട്. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി കേക്ക് പ്രിപ്പയർ ചെയ്ത് തന്നതിന് വളരെ താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്താം. ഓക്കെ, കാണാം.